ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. രാവിലെ തന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളത് ചെയ്യാമെന്നും പറഞ്ഞ് ഇടുകയും ചെയ്യും, നമ്മളത് മറന്നു പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ കാണാം, അയ്യോ അത് മടക്കിയില്ലല്ലോ, അതങ്ങനെ കിടക്കുകയാണല്ലോ എന്നൊരു ചിന്ത ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കും. അത് നമുക്ക് ഒരുപാട് ജോലി തീരാനുള്ളത് പോണക്കൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ അതങ്ങ് മടക്കി വെച്ചാൽ നമ്മുടെ റൂം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എന്തോ ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ നമുക്ക് വരും. പിന്നെ രണ്ടാമത്തേത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ്. ഒരുപാട് സമയത്തേക്കൊന്നും അല്ലെങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് തുറന്നിടുന്നത് നല്ലതാണ്. നമ്മുടെ റൂമിനകത്ത് കെട്ടിക്കിടക്കുന്ന അശുദ്ധ വായുവും ആ ബാഡ് സ്മെല്ലും ഒക്കെ ഒന്ന് പോകാൻ ഈ ജനൽ തുറന്നിടുന്നത് നല്ലതാണ്. കുറച്ച് സമയത്തേക്ക് തുറന്നിട്ടിട്ട് പിന്നീട് അത് തിരിച്ച് അടയ്ക്കാനും മറക്കരുത്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റൂം ഓക്കെ ആവൂടാ. അത് ചെറിയ റൂം ആയിക്കോട്ടെ വലിയ റൂം ആയിക്കോട്ടെ. ഇനി മൂന്നാമത്തേത്, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും നമ്മുടെ മുഖം കഴുകണം. അത് നമ്മുടെ ഹാളിലെ വാഷ് ബേസിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ആ വാഷ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് നമ്മൾ പിന്നത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോവുകയും നമ്മുടെ കഷ്ടകാലത്തിന് അപ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് വരുന്നത് അല്ലെ, അവർക്ക് ചായ വെള്ളം കൊടുത്തിട്ട് അവരൊന്ന് മുഖം കഴുകാൻ പോവുകയാണെങ്കിൽ അവിടെ വൃത്തിയല്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചേ. അപ്പം അതേ പോണക്ക് തന്നെ ആകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഹാള്. അടുത്ത നാലാമത്തേത് ഹാളാണ്. അപ്പോൾ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഹാളിലെ സിറ്റിയിലെ തുണിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് അതൊക്കെ ഒന്ന് നേരെയാക്കി ഇട്ടാൽ അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അപ്പോൾ അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. പിന്നെ 5, നമ്മൾ ക്ലീനിങ് തുടങ്ങേണ്ടത് സിറ്റ് ഔട്ടിൽ ഫ്രണ്ടിൽ നിന്നാണ്. ഇങ്ങനെ വാരി വലിച്ചിടുന്ന ചെരുപ്പൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് തുടയ്ക്കുക, ഏറ്റവും നല്ലത് അതാണ്. പിന്നെ നമ്മുടെ ചവിട്ടിയൊക്കെ ഒന്ന് നേരെ ഇടുക. അടുത്തത് ആറാമത്തേത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമൊക്കെ അടിച്ചു വാരത്തില്ലടാ, അപ്പോൾ വെറുതെ അങ്ങ് അടിച്ചു വാരി പോകാതെ ജനാലയൊക്കെ ഒന്ന് പൊടി തട്ടി മാറാലയൊക്കെ ഒന്ന് അടിച്ചു പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് റോഡ് സൈഡൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര പൊടി തട്ടിയാലും ഒരുപാട് പൊടികളൊക്കെ കാണും. അപ്പം നമ്മളിങ്ങനെ എന്നും തൂക്കുന്ന നേരത്തെ അതൊക്കെ ഒന്ന് തട്ടിപ്പോയാൽ പിന്നീട് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ദിവസവും നമ്മൾ തൂക്കുമ്പോൾ ഈ മാറാലയും കൂടി ഒന്ന് തട്ടിപ്പോകുന്നത് നല്ലതായിരിക്കും. മാറാലയൊക്കെ തട്ടിയതിന് ശേഷം നമ്മൾ പെരയ്ക്കകമെല്ലാം തൂത്ത് ഇറക്കുന്നതാണ് നല്ലത്. അടുത്തത് 7 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ TV യൂണിറ്റൊക്കെ ഉണ്ടല്ലോ, അതും ദിവസവും പൊടി തട്ടി പോകുന്നത് മാറാലയൊക്കെ തട്ടി പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടാതെ നമ്മളത് TV യൂണിറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. പൊതുവെ ഒരുപാട് സാധനങ്ങൾ കിടന്നാൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ മടി വരും, എനിക്കും മടിയാണ്. 8, നമ്മൾ മുറ്റം തൂക്കാൻ പറ്റുമ്പോഴൊക്കെ മുറ്റം തൂക്കുക. അത് അന്നേരമൊക്കെ ചെറിയ ചെറിയ പോച്ചകൾ പറിച്ച് തന്നെ തൂക്കണേ. പിന്നെ അതായത് എങ്ങും തൂത്തില്ലെങ്കിലും ദിവസവും ഫ്രണ്ട് ഭാഗമെങ്കിലും തൂക്കാൻ ശ്രമിക്കുക. അടുത്തത് 9, നമ്മൾ കഴുകി ഉണങ്ങിയ തുണി എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ മടക്കി വെക്കാൻ ശ്രമിക്കുക. പൊതുവെ എല്ലാവർക്കും തുണി മടക്കാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും, എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര വേണമെങ്കിലും കഴുകാം, പക്ഷെ നമുക്ക് തുണി മടക്കാനാണ് മടി. അത് അപ്പം തന്നെ മടക്കിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കട്ടിലേലാണ് നമ്മൾ കൊണ്ടിടുന്നതെങ്കിൽ അത് കട്ടിലേ തന്നെ അങ്ങ് കിടക്കും. ആവശ്യമുള്ളവർ വന്ന് അതിൽ നിന്ന് തുണി വലിച്ചെടുത്തുകൊണ്ട് പോവുകയും തുണി വീണ്ടും കൂടുതൽ മുഷിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ തുണിയൊക്കെ മാക്സിമം കൊണ്ട് ഇടുമ്പോൾ തന്നെ മടക്കി വെച്ചാൽ പിന്നെ നമുക്കതൊരു വലിയ ഭാരിച്ച പണിയായിട്ട് പിന്നീട് ഫീൽ ചെയ്യത്തില്ല. അപ്പം തന്നെ ആ ജോലിയൊക്കെ ഒതുങ്ങി നമ്മുടെ ബെഡൊക്കെ നീറ്റായിട്ട് തന്നെ കിടക്കും. അപ്പം മാക്സിമം ഉണങ്ങിയ തുണി അപ്പം തന്നെ മടക്കി നമ്മുടെ അലമാരയിൽ വെക്കാൻ ശ്രമിക്കുക. ഇനിയും 10ാമത്തേത്, നമ്മൾ എന്ത് സാധനം എടുത്താലും അത് എടുത്തെടുത്ത് തന്നെ വെക്കുക. ആവശ്യം കഴിഞ്ഞ് അവിടെ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. അതൊരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരും വിചാരിച്ചാലേ അത് നടക്കത്തുള്ളൂ. 11, നമ്മൾ ആഹാരം കഴിക്കുന്നിടവും കൊച്ചു കൊച്ചു ടേബിളൊക്കെ തൂക്കുമ്പോൾ തന്നെ ഒന്ന് തുടച്ചു പോകാൻ ശ്രമിക്കുക. 12, നമ്മുടെ അടുക്കളയിലെ ജോലികൾ എളുപ്പമാക്കാനുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഈ പച്ചക്കറികളൊക്കെ, അതായത് ഇഞ്ചി ഉള്ളി ഇതൊക്കെ പൊളിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്കത് കറി വെക്കാൻ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെ പൊളിച്ച് ചെറിയ ചെറിയ ഡപ്പകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
നമുക്ക് ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് നമ്മളത് പിറ്റേന്നത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് ഓൾറെഡി അരിഞ്ഞു വെച്ചിരുന്ന ഒരു സാധനം പിറ്റേന്ന് നമ്മളെടുത്ത് അത് നമുക്ക് പാകം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ സമയം ലാഭിക്കാം. നമുക്കറിയാം ഈ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊളിക്കാൻ നല്ല പാടാണ്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ കൂടുതലും ഉള്ളി പൊളിക്കാനുള്ള മടി കൊണ്ട് സവാളയാണ് എടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഉള്ളി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉള്ളി കുറേ പൊളിച്ച് അങ്ങ് വെക്കും. പൊളിച്ച് വെക്കുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യത്തിന് അതിനകത്തുനിന്ന് എടുത്താൽ മതിയല്ലോ. ഇപ്പം നാളത്തേക്ക് മാത്രമല്ല, വീണ്ടും അതായത് ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല, എന്നാൽ തന്നെയും ഒരാഴ്ചയെങ്കിലും മാക്സിമം ഇരിക്കുമെന്നാണ് എൻ്റെ ഒരിത്. പക്ഷേ എനിക്ക് ഒരാഴ്ചയൊന്നും ഇരിക്കത്തില്ല. ഞാനിത് പൊളിച്ച് വെച്ചാൽ പിന്നെ എപ്പോഴും അതേ എടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ സവാള എടുക്കത്തില്ല. അങ്ങനെയുണ്ട് കേട്ടോ. എടാ, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിക്ക ആൾക്കാരും ഇതൊക്കെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാനീ പറയുന്നത് ആർക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കറിയാമല്ലോ, സമയം ലാഭിക്കാൻ ജോലിക്ക് പോകുന്നവരായാലും ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ജോലിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞത് പിന്നത്തേക്ക് നമ്മളത് ക്ലീൻ ചെയ്യാം എന്നും പറഞ്ഞ് വെക്കാതെ അത് അരിയുമ്പോൾ തന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കുക. ആ പാത്രം അപ്പം തന്നെ കഴുകുക എന്നുള്ളതാണ്. നമ്മൾ ഈ പാത്രം എല്ലാം കൂടെ ഒന്നിച്ച് കഴുകാമെന്നും പറഞ്ഞിട്ടാൽ ഇതെല്ലാം കൂടെ കിടക്കുന്നത് കാണുമ്പോഴേ നമുക്ക് മടി വരും. അപ്പം എടുക്കുന്ന പാത്രം അന്നേരം തന്നെ നമ്മൾ കഴുകി വെച്ചാൽ, ഇപ്പോൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കറി അടുപ്പിൽ വെച്ചിട്ട് അന്നേരം തന്നെ ആ പാത്രം കഴുകിയാൽ പിന്നീട് നമുക്ക് ഒന്നിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമ്മൾ സിങ്കൊക്കെ കഴുകുമ്പോൾ വൈപ്പർ ഉപയോഗിച്ച് വെള്ളം തുടച്ച് കളയുന്നത് നല്ലതാണ്. അപ്പം വെള്ളം ഫുള്ള് പോകുമല്ലോ. വൈപ്പറോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ നല്ലതാണ്. അതുപയോഗിച്ച് നമ്മൾ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചിടണം. അപ്പം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ വലിച്ചു വാരി ഇങ്ങനെ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് എത്ര ചെറിയ അടുക്കളയാണെങ്കിലും നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ എംപ്റ്റി ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഉള്ളതായിട്ട് തോന്നും. ഇപ്പം എൻ്റെ ഈ കിച്ചൺ വളരെ ചെറിയൊരു കിച്ചണാണ്. അതുകൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ ദാണ്ട് ഇവിടെയാണ് വെക്കുന്നത്. ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ വീട് ക്ലീനാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.